ഇതൊരു വല്ലാത്ത കാലമാണ്. നല്ലൊരു സുഹൃത്തിനെ കിട്ടാൻ എത്ര പാടാണെന്നറിയാമോ? നമ്മുടെ മേൽവിലാസമോ അതല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും പിന്നാമ്പുറത്തുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമോ ഒക്കെ വെച്ചിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വരുന്നെന്ന് വരും. അത് പക്ഷേ കാലത്തിൻ്റെ കുത്തൊഴുകിൽ ആ സൗഹൃദമൊക്കെ മാഞ്ഞു പോയെന്നും വരും. എന്നാൽ ചില സുഹൃത്തുക്കളുണ്ട്, കരിമ്പാറ പോലെ നിൽക്കും, ആന പിടിച്ചാലും കുരുങ്ങില്ല. അങ്ങനെ ചില സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിസ്വാർത്ഥനായ, നിങ്ങളെ ഒന്നിനും വേണ്ടിയല്ലാതെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നൊരു സുഹൃത്തിനെ കിട്ടുക വലിയ പ്രയാസമാണ്. പ്രയാസം വളരെ, അങ്ങനെ ഒരു ഫ്രണ്ട് തന്നെ ഒരു റെയർ ഫിനോമിനനാണ് നമ്മുടെ ഈ കാലത്ത്. കാര്യം സ്വാർത്ഥത കൂടിയ ഒരു കാലത്ത് നല്ല സുഹൃത്തിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അങ്ങനെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന ആമുഖത്തോടെ ഇന്നൊരു സുഹൃത്തിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ഒന്നൊന്നര സുഹൃത്താണിത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ MS ധോണിയാണ് ഇതിലെ കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഒരു സുഹൃത്തിൻ്റെ കഥ നമ്മൾ പറയാൻ പോകുന്നത്. ധോണിക്ക് പരംജിത് സിംഗ് എന്നൊരു ബാല്യകാല സുഹൃത്തുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ച ആത്മസുഹൃത്താണ് ഈ പരംജിത്ത്. 2011 ജൂലൈയിലാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം നടന്നത്. കേവലം 3 മാസം മുമ്പ് 2011 ഏപ്രിലാണ് ഇന്ത്യൻ ടീം ലോകകപ്പ് വിജയിച്ചത്. ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് മാച്ച് കളിക്കാൻ ധോണി ലണ്ടനിലേക്ക് പോയി. അതേസമയം നാട്ടിൽ റാഞ്ചിയിൽ പ്രിയ സുഹൃത്ത് പരംജിത് സിംഗ് ക്യാൻസർ പിടിപെട്ട് കിടക്കുകയായിരുന്നു. അദ്ദേഹം ക്യാൻസറിനോട് പൊരുതി ഇങ്ങനെ മരിക്കുമോ മരിക്കില്ലയോ എന്നൊക്കെ ആയിട്ട് ആളുകൾ കരുതുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അടിയന്തരമായി മുംബൈയിലെ ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ച് ചികിത്സ നൽകേണ്ടി വന്നു ഈ പരംജിത്തിന്. കാര്യം രോഗം ഗുരുതരമായി. ചികിത്സയ്ക്ക് ഏകദേശം ഒരു 40 ലക്ഷം രൂപ ചെലവ് വരും. ഒരു ദിവസം രാത്രി 2 മണിക്ക് ധോണിക്ക് ഒരു ഫോൺ കോൾ വന്നു ലണ്ടനിലേക്ക്. പരംജിത്തിൻ്റെ സഹോദരനാണ് അങ്ങേ തലക്കൽ. രോഗം മൂർച്ഛിച്ചു. ധോണി അദ്ദേഹം അറിയിച്ചു. ചികിത്സ സാധ്യമാണോ? ധോണി ചോദിച്ചു. എത്ര രൂപ ചെലവ് വരും? ധോണി അത്രയും ചോദിച്ചുള്ളൂ. ഉടനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിക്കോളൂ എന്ന് ധോണി ആവശ്യപ്പെട്ടു. പ്രാക്ടീസിലായിരുന്ന ധോണി അടുത്ത ദിവസം ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് വിമാനം കയറി. ചികിത്സയ്ക്ക് ആവശ്യമുള്ള മുഴുവൻ തുകയുമായി ധോണി ആശുപത്രിയിൽ നേരിട്ട് ചെന്നു. ആളെ തിരിച്ചറിയാതിരിക്കാൻ ഒരു മാസ്ക് ഒക്കെ ധരിച്ചാണ് അദ്ദേഹം പോയത്. രാത്രി മുഴുവൻ ധോണി ആ ആശുപത്രിയിൽ തൻ്റെ സുഹൃത്തിന് കൂട്ടിരുന്നു. ആശുപത്രി വരാന്തയിൽ ഇരിക്കുന്നത് ധോണിയാണ് എന്ന് അവിടെ ഉള്ള ആർക്കും മനസ്സിലായില്ല. കാര്യം മുഖം മറച്ചായിരുന്നു ഇരുന്ന്. ആൾക്കൂട്ടമില്ല, ഓട്ടോഗ്രാഫില്ല, സെൽഫികളില്ല. ബെഡിൽ കിടക്കുന്നത് തൻ്റെ സുഹൃത്ത് മാത്രം ധോണിയുടെ അരികത്ത്. ധോണി അങ്ങനെ മണിക്കൂറുകൾ ഇരുന്നു. ഒടുവിൽ പരംജിത് സിംഗ് എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് തൻ്റെ അടുത്ത് ഇരിക്കുന്ന ധോണിയാണ്. തൻ്റെ ബാല്യകാല സുഹൃത്തിനൊപ്പം 4 ദിവസം ധോണി മുംബൈയിലെ ആ ആശുപത്രിയിൽ തുടർന്നു. ശേഷം പരംജിത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടപ്പോൾ അദ്ദേഹം ലണ്ടനിലേക്ക് തിരിച്ചുപോയി. MS ധോണി എന്ന് പറയുന്ന ലോകമറിയുന്ന ഒരു കായിക താരം തൻ്റെ പഴയകാല ഒരു സുഹൃത്തിനു വേണ്ടി ഇത്രയും ദിവസങ്ങൾ ചെലവഴിച്ചെന്ന് മാത്രമല്ല, നിതാന്തമായ സുഹൃത്തിനൊപ്പം ആശുപത്രിയിൽ ഇരിക്കുകയും ചെയ്തു. സൗഹൃദത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മനുഷ്യർ തയ്യാറാകുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് MS ധോണിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഈ ഏട്. സ്നേഹത്തോടെ ഒരുപറ്റം മനുഷ്യർ ഒപ്പമുണ്ട് എന്ന തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്കത് വല്ലാത്തൊരു കരുത്താകും. എനിക്കുണ്ടൊരു സുഹൃത്ത്, ഇപ്പോൾ എൻ്റെ കൂടെയൊക്കെ പഠിച്ച ഒരു ജയചന്ദ്രൻ എന്നൊരു സുഹൃത്ത് നാട്ടിലെനിക്കുണ്ട്. ഏതാണ്ട് ഞങ്ങളൊരു 45 വർഷമായിട്ട് ഒന്നിച്ച് നടക്കുകയാണ്. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ മുഖം കറുത്ത് ജയചന്ദ്രനോട് ജയചന്ദ്രൻ എന്നോട് സംസാരിക്കുമോ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ഒന്നിനും വേണ്ടിയല്ലാതെ എന്നോടൊപ്പം അവൻ സഞ്ചരിക്കുകയാണ്, ഞാനും. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്ന സുഹൃത്തുണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. MS ധോണിയുടെ ജീവിതത്തിലെ ഒരു ഏട് നമുക്ക് പ്രചോദനമാകട്ടെ. നിങ്ങളുടെ സുഹൃത്തിനെ കാണുമ്പോൾ അയാളുടെ ജാതി, മതം, അയാളുടെ രാഷ്ട്രീയ സ്വാധീനം, അയാളുടെ സമ്പത്ത്, അയാളുടെ ബയോഡാറ്റ ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമാകുന്നില്ലെങ്കിൽ നിങ്ങൾ അയാളുടെ ഉത്തമ സുഹൃത്താണ് എന്ന് ഞാൻ പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.